അപ്പോൾ യൂണിറ്റ് 1 ആണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. ഓർഗൻസ് ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് 1 2 പാർട്ടായിട്ടാണ് എടുക്കുക. പാർട്ട് 1ഉം പാർട്ട് 2ഉം ആണ്. അപ്പോൾ പാർട്ട് 1 നമ്മൾ ഓർഗൻസ് എന്താണ് ലിംഫോയ്ഡ് ഓർഗൻസ്, പ്രൈമറി ലിംഫോയ്ഡ് ഓർഗൻസും സെക്കൻഡറി ലിംഫോയ്ഡ് ഓർഗൻസും ആണ് ഡിസ്കസ് ചെയ്യുക. പാർട്ട് 2ൽ നമ്മൾ അഡാപ്റ്റീവും ഇന്നേറ്റീവും ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയും പിന്നെ കോംപ്ലിമെന്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓർഗൻസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഡിഫൻസ് മെക്കാനിസം, അതാണ് യൂണിറ്റ് 1. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ മെയിൻലി ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ലിംഫോയ്ഡ് ഓർഗൻസും ഇന്നേറ്റ് വേഴ്സസ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയും ദെൻ ദ കോംപ്ലിമെന്റ് സിസ്റ്റവുമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ലിംഫോയ്ഡ് ഓർഗൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യും. പ്രൈമറിയും സെക്കൻഡറിയും. തൈമസ്, ബോൺ മാരോ എന്നാണ് പ്രൈമറി ലിംഫോയ്ഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. സ്പ്ലീന്, ലിംഫ് നോഡ്സ്, ലിംഫാറ്റിക് സിസ്റ്റംസ് ഒക്കെയാണ് സെക്കൻഡറി ലിംഫോയ്ഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. പിന്നെ മാൾട്ട് എന്താണ്, ഗാൾട്ട് എന്താണ്, പിയേഴ്സ് ഗ്ലാൻഡ് എന്താണ്, പിയേഴ്സ് പാച്ചസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ കമ്പോണൻസ് ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചിട്ടും പിന്നെ കോംപ്ലിമെന്ററി പാത്വേസ് ഉണ്ടാകും കുറച്ച് പഠിക്കാനായിട്ട്. ഓക്കെ, ദെൻ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, സെയിം കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പ്രൈമറി ലിംഫോയ്ഡ് ഓർഗൻസ് പഠിക്കാനുണ്ട്, സെക്കൻഡറി ലിംഫോയ്ഡ് ഓർഗൻസ് പഠിക്കാനുണ്ട്, ഇന്നേറ്റ് ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി പഠിക്കാനുണ്ട്, കോംപ്ലിമെന്റ് സിസ്റ്റം, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ഈ ഒരു യൂണിറ്റിൽ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വേർഡ് വന്നത് ഇമ്മ്യൂണിറ്റാസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നുമാണ്. ഓക്കെ, ഇറ്റ് മീൻസ് പ്രൊട്ടക്ഷൻ ഫ്രം ദ ഡിസീസസ് ആൻഡ് സ്പെസിഫിക്കലി ഫ്രം ഇൻഫെക്ഷ്യസ് ഡിസീസസ്. അപ്പോൾ ചെറിയ പാത്തജൻ ആയിട്ടുള്ള പോളിയോ വൈറസ് മുതൽ ഏറ്റവും വലിയ പാത്തജൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കിഡ്നി വേംസിനെ വരെ ഈ ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി വഴി നമുക്ക് ഡിഫെൻഡ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ബോഡീനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മമേലിയൻ ഇമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടാണ് പഠിക്കുക, അല്ലെങ്കിൽ മമേലിയൻ ഇമ്മ്യൂൺ സെൽസിനെ കുറിച്ചിട്ടും മമേലിയൻ ഇമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ടും ഒക്കെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുമ്പോഴത്തേക്കും ദ സെൽസ് ആൻഡ് മോളിക്യൂൾസ് ദാറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ദ ഇമ്മ്യൂൺ സിസ്റ്റം ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഇമ്മ്യൂണിറ്റി. ഏതൊക്കെ സെൽസ് ആണ്, ബി സെൽ, ടി സെൽ, മാക്രോഫേജസ്, ന്യൂട്രോഫിൽസ്, ഇതൊക്കെ. അപ്പൊ ഈ സെൽസും കുറച്ച് മോളിക്യൂൾസും, ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള സെൽസും മോളിക്യൂൾസും എങ്ങനെയാണ് ആ ഒരു ഇമ്മ്യൂൺ സെൽസിന് റെസ്പോൺസിബിൾ ആവുന്നത്, അതിനാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. ഈ ഒരു സെൽസിനെ കൊണ്ടുണ്ടാവുന്ന കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഫോറിൻ ആന്റിജൻ എൻറ്റർ ചെയ്യുമ്പോഴുള്ള റെസ്പോൺസസിനെയാണ് നമ്മൾ ഇമ്മ്യൂൺ റെസ്പോൺസസ് എന്ന് പറയുന്നത്. അപ്പോ ഇൻട്രൊഡക്ഷനിൽ ലിംഫോയിഡ് ഓർഗൻസിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ലിംഫോയിഡ് ഓർഗൻസ് നോക്കാം. സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ അഡാപ്റ്റീവും ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അതുപോലെ കോംപ്ലിമെന്റ് സിസ്റ്റവും കവർ ചെയ്യുന്നത്. അപ്പോൾ ബോൺ മാരോ, ലിംഫ് നോഡ്സ്, സ്പ്ലീന്, ലിവർ, തൈമസ്, പിയേഴ്സ് പാച്ചസ്, ഇത്രയാണ് ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് ബ്ലഡ് സ്ട്രീമിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്കും കിടക്കും, അതുവഴി പിന്നെയും ബ്ലഡ് സ്ട്രീമിലോട്ട് സർക്കുലേറ്റ് ചെയ്യും. അതൊരു സർക്കുലേറ്ററി സിസ്റ്റമാണ്, എന്ന് വെച്ചാൽ ഒരു സർക്കുലേറ്ററി ടൈപ്പ് ഓഫ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഓൾദോ ലിംഫോയിഡ് ടിഷ്യൂസ് ആർ ഫൗണ്ട് ത്രൂ ഔട്ട് ദ ബോഡി ദ മോസ്റ്റ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ സ്പെസിഫിക് ഓർഗൻസ്. ഓക്കെ, ആ ഓർഗൻസ് ആണ് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി ആയിട്ട് 2 ടൈപ്പ് ഓഫ് ഓർഗൻസ് ആണ് ഉള്ളത്. മെയിൻലി അല്ല, 2 ടൈപ്പ് ഓഫ് ഓർഗൻസ് ആണ് ഉള്ളത്. ഒന്ന് ബോൺ മാരോയും ഒന്ന് തൈമസും. ഈ ബോൺ മാരോയും തൈമസ് എന്ന് പറയുന്നത് ദീസ് ആർ ദ സൈറ്റ്സ് വെയർ ദ സെൽസ് ആർ ഫോംഡ് ആൻഡ് അണ്ടർഗോ മെച്യൂറേഷൻ. ബോൺ മാരോയിലാണ് ഫുൾ ടൈപ്സ് ഓഫ് ഇമ്മ്യൂൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് തൈമസിൽ വെച്ചിട്ടാണ് T സെൽസിന്റെ മാത്രം മെച്യൂറേഷൻസ് നടക്കുന്നത്. ഓക്കെ, ബോൺ മാരോ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇമ്മ്യൂൺ സെൽസ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് ബോൺ മാരോ. പക്ഷേ ബോൺ മാരോക്ക് വേറെ ഫംഗ്ഷൻ ഉള്ളത് RBCസും കൂടി ഈ ബോൺ മാരോ ഉണ്ടാക്കും. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഹെമറ്റോപോയസിസ് എന്നാണ് വിളിക്കുക. WBCന്റെയും RBCസിന്റെയും പ്ലേറ്റ്ലെറ്റ്സിന്റെയും പ്രൊഡക്ഷനെ നമ്മൾ ഹെമറ്റോപോയസിസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ഉണ്ട് ബോൺ മാരോയിൽ, അവിടെ നിന്നാണ് ഹെമറ്റോപോയസിസ് നടക്കുന്നത്, അത് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ്
ഒരു ടൈപ്പ് ഓഫ് സ്റ്റെം സെല്ലാണ്. ഓക്കെ, അപ്പോൾ ദീസ് ജനറേറ്റ്സ് RBCs, പ്ലേറ്റ്ലെറ്റ്സ്, ഗ്രാനുലോസൈറ്റ്സ്, മോണോസൈറ്റ്സ്, ഡെൻഡ്രൈറ്റിക് സെൽസ് ആൻഡ് ലിംഫോസൈറ്റ്സ്. ഗ്രാനുലോസൈറ്റ്സിൽ ന്യൂട്രോഫിലും എസിനോഫിലും ബേസോഫിലും ഒക്കെ വരും. ഓക്കെ, പിന്നെ ബോൺ മാരോ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാ ഈ പിക്ചറിൽ കാണിക്കുന്നത് പോലെ ബോൺ മാരോക്ക് 2 ടൈപ്പ് ഓഫ് പാച്ചസ് ഉണ്ട്. ഒന്ന് റെഡ് പാച്ചസ്, ഒന്ന് യെല്ലോ പാച്ചസ്. അപ്പൊ ഈ 2 ടൈപ്പ് ഓഫ് പാച്ചസിനും ഡിഫറെന്റ് ആയിട്ടാണ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ റെഡ് പാച്ചസ് എന്ന് പറയുമ്പോൾ ദി സൈറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് വൈറ്റ് ആൻഡ് റെഡ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസിന്റെയും റെഡ് ബ്ലഡ് സെൽസിന്റെയും സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സൈറ്റ് ആണ് ഈ റെഡ് പാച്ചസ് എന്ന് പറയുന്ന സൈറ്റ്. പിന്നെ ഉള്ളതാണ് യെല്ലോ പാച്ചസ്. ഈ യെല്ലോ പാച്ചസ് മെയിൻലി ആയിട്ട് അഡിപ്പോസ് ടിഷ്യൂ സെൽ ഗ്രോത്ത് ചെയ്യുന്ന സൈറ്റ് ആണ്. അപ്പോ ഈ ഒരു ടൈപ്പ് ഓഫ് സെൽസ്, ഈ ടൈപ്പ് ഓഫ് യെല്ലോ പാച്ചസ് സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് എന്തായിരിക്കും, ഡോർമെന്റ് ആയിരിക്കും. ബട്ട് ഇത് ക്രോണിക് എമർജൻസി കണ്ടീഷൻസിൽ ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലഡ് സെൽസിൽ WBCs ആയിരിക്കും കൂടുതൽ, RBCs കുറവായിരിക്കും. അപ്പൊ അനീമിയ കോസ് ചെയ്യാനും കാരണമാകുന്നുണ്ട്. പിന്നെ റെഡ് പാച്ചസിന് എന്തെങ്കിലും അസുഖം വരുമ്പോഴാണല്ലോ ഈ യെല്ലോ പാച്ചസ് ആക്ടിവേറ്റ് ആവുക. അപ്പൊ ഈ റെഡ് പാച്ചസിന് ക്രോണിക് ഇൻഫെക്ഷൻസും കാര്യങ്ങളും വരുമ്പോൾ ഈ റെഡ് കളറിലുള്ള പാച്ചസ് പെയിൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനടുത്താണ് തൈമസ് എന്ന് പറയുന്ന സൈറ്റ്. ഈ തൈമസ് എന്ന് പറയുന്ന ഓർഗൻ 2 ലോബ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. തൊറാസിക് കാവിറ്റിയിലാണ് ഇത് കാണപ്പെടുന്നത്. ലൊക്കേറ്റഡ് നിയർ ദ വെർട്ടിക്കുലർ മിഡ് ലൈൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദി ഹാർട്ട്. ഹാർട്ടിന് മുകളിലായിട്ടാണ് കാണാം. ഒരു ഹണി കോംപ്ലെക്സ് സ്ട്രക്ചറാണ് ഹാർട്ടിന് മുകളിലായിട്ട് കാണുന്നത് സാധനമാണ്. ഇവിടെ കാണുന്നില്ലേ, ഇതാണ് ഹാർട്ടിന് മുകളിൽ കാണുന്ന ഈ ടൈപ്പ് ഓഫ് തൈമസ് എന്ന് പറയുന്ന സംഭവം, ലിംഫോയിഡ് ഓർഗൻ. അപ്പോ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കാപ്സ്യൂൾ ആണ്. എൻക്ലോസസ് സ്റ്റേജിലോ ക്യാപ്സ്യൂൾ ഉണ്ട്, ട്രബിക്കുലർ സെപ്റ്റ ഉണ്ട്, മെംബ്രെയിൻസ് എക്സ്റ്റെൻഡിങ് ഇൻവാർഡ്സ് ഗിവിംഗ് റൈസ് ടു ഹണികോംബ് അപ്പിയറൻസ്. പിന്നെ ലോബ്യൂൾ ഉണ്ട്, കൺസിസ്റ്റ് ഓഫ് 2 മെയിൻ റീജിയൻസ്, കോർട്ടെക്സ് ഉണ്ട്, മെഡുല ഉണ്ട്. എന്താ ഈ ഒരു തൈമസിനുള്ള സൈറ്റ് ആണ് കേട്ടോ. ഇവിടെ മെഡുല, ഉള്ളിലേക്ക് വരുമ്പോൾ മെഡുല ഉണ്ട്, മുകളിൽ കോർട്ടെക്സ് ഉണ്ട്. ഇതിനുള്ളിലേക്ക് കോർട്ടെക്സിനുള്ളിലേക്ക് കടന്നിട്ട് മെഡുലയിലേക്ക് എത്തുമ്പോഴത്തേക്കും തൈമോസൈറ്റ്സ് ആണ് മുകളിൽ കാണുന്നത്. തൈമോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇമ്മച്ചുവർ ആയിട്ടുള്ള സെൽസ് ആയിരിക്കും കേട്ടോ മിക്കവാറും ഉള്ളത്. കോർട്ടെക്സ് റീജിയൻ ബോൺ മാരോ എന്ന് വരുന്ന ഇമ്മച്ചുവർ ആയിട്ടുള്ള സെൽസ് ആണ് കൂടുതൽ കാണാം. പിന്നെ അതിന്റെ എപ്പിത്തീലിയൽ സെൽസ് കാണാം, ഡെൻഡ്രൈറ്റിക് സെൽസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ബ്ലഡ് വെസൽ ഉണ്ട്, മാക്രോഫേജസും ഉണ്ട്. ഇത് അകത്തേക്ക് കടക്കും തോറും ഇവ മെച്ചുവറായി വരും. ഈ സെൽസ് മെച്ചുവറായി വരും. എന്നിട്ട് അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും മെച്ചുവർ ആയിട്ടുള്ള T സെൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഇമ്മച്ചുവർ ആയിട്ടുള്ള തൈമോസൈറ്റ്സിനെ അപ്പോപ്ടോസിസ് വഴി കില്ല് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോപ്ടോസിസ് ചെയ്ത് മാറ്റിക്കളയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോർട്ടെക്സിൽ കണ്ടെയ്ൻസ് ഇമ്മച്ചുവർ T സെൽസ്, എപ്പിത്തീലിയൽ റെറ്റിക്കുലർ സെൽസും മാക്രോഫേജസും, പിന്നെ മെഡുലയിലും പ്രൈമറി എപ്പിത്തീലിയൽ സെൽസും, പിന്നെ മെച്ചുവർ ആയിട്ടുള്ള ലിംഫോസൈറ്റ്സും ആണ് കാണപ്പെടുക. ഓക്കെ, ദെൻ തൈമസ് മെച്ചുറേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കോർട്ടെക്സിലേക്ക് 100% ആയിട്ടുള്ള ഈ ബോൺ മാരിൽ ഉണ്ടാക്കുന്ന മിക്കവാറും എല്ലാ സെൽസും എന്ന് വെച്ചാൽ T ലിംഫോസൈറ്റ്സ് ഉണ്ടല്ലോ, അതിൽ എല്ലാ T ലിംഫോസൈറ്റ്സും ഇമ്മിച്ചുവർ ആയിട്ടുള്ളത് കോർട്ടെക്സിലേക്ക് എൻ്റർ ചെയ്യും. ബട്ട് അത് മെഡുലയിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിൽ 90% ഓഫ് സെൽസും അപ്പോപ്ടോസിസ് വഴി ചത്തുപോയിട്ടുണ്ടാവും. ഓൺലി 10% മാത്രമേ മെച്ചുവറായി വരുന്നുള്ളൂ. സോ 10% മാത്രം മെച്ചുവറായി വരുന്നത് കൊണ്ട് തന്നെ ബോൺ മാരോ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് T സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, ഇമ്മിച്ചുവർ ആയിട്ടുള്ള T സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ തൈമോസൈറ്റ്സ് എന്ന് വെച്ചാൽ ഇമ്മിച്ചുവർ ആയിട്ടുള്ള T സെൽസ് ആണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എൻറ്റർ ചെയ്യുന്നുണ്ടല്ലോ ബ്ലഡ് തൈമസ് ബാരിയറിലൂടെയാണ് എൻറ്റർ ചെയ്യുക. കുറച്ച് സെൽസും കുറച്ച് ടിഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സൈറ്റ് ആണ് ഈ ബ്ലഡ് തൈമസ് ബാരിയർ എന്ന് പറയുന്നത്. ബ്ലഡ് തൈമസ് ബാരിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിലൂടെ എൻറ്റർ ചെയ്തിട്ടാണ് ഇവ കോർട്ടെക്സിലേക്ക് എത്തുക. ഓക്കെ, ദെൻ അപ്പൊ ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് വെച്ചാൽ ലിംഫോയിഡ് സൈറ്റ് ജനറേറ്റ് ചെയ്യുകയും മെച്ചുവർ ചെയ്യുകയും സൈറ്റ് ആണ്. സെക്കൻഡറി എന്ന് പറയുന്നത് എന്താണ്, ഇമ്മ്യൂൺ റെസ്പോൺസ് ട്രിഗർ ചെയ്യുന്ന സൈറ്റ് ആണ്. ആന്റിജൻ ആന്റിബോഡി ആക്ഷൻ വഴി ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്ത് ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്ത് അത് ഫുൾ ത്രൂ ഔട്ട് ദ ബോഡി സർക്കുലേറ്റ് ചെയ്യുന്ന സൈറ്റ്സ് ആണ് സെക്കൻഡറി ഓർഗൻസ്. ഓക്കെ, തൈമോസൈറ്റ്സ് എന്തായിരുന്നു, ഇമ്മെച്ചുവർ ആയിട്ടുള്ള T സെൽസ് once synthesized in the bone marrow, they migrate to the thymus and mature in the thymus. Okay. Then secondary lymphoid organ. സെക്കൻഡറിയും പെരിഫറൽ ലിംഫോയിഡ് ഓർഗൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയും.
അപ്പോ ഇത് എൻകാപ്സുലേറ്റഡ് ഉണ്ട്, നോൺ ക്യാപ്സുലേറ്റഡും ഉണ്ട്. എൻകാപ്സുലേറ്റഡ് ആണ് സ്പ്ലീനും ലിംഫ് നോഡ്സും. നോൺ എൻകാപ്സുലേറ്റഡ് ആണ് ടോൺസിൽസും അപ്പൻഡിക്സും പിയേഴ്സ് പാച്ചും മാൾട്ടും. ഓക്കെ, മാൾട്ടും മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ആണ്. അപ്പോൾ sites where the lymphocytes localize, recognize the foreign antigens and mount a response against them, they trap and concentrate foreign substances. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫോറിൻ ആയിട്ട് വരുന്ന എന്ത് സബ്സ്റ്റൻസസ് ആണെങ്കിലും മാറ്റർ ആണെങ്കിലും ആന്റിജൻസ് ആണെങ്കിലും എന്തിനേയും ട്രാപ്പ് ചെയ്തിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസ് ട്രിഗർ ചെയ്യുന്ന ഒരു സൈറ്റ് ആണ് എന്താണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. ഇനി സ്പ്ലീൻ എന്ന് പറയുമ്പോഴത്തേക്കും ആന്റിജൻസ് ബ്ലഡ് വയ സ്പ്ലീനിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്പ്ലീൻ എന്ന് പറയുമ്പോൾ അവിടെ ബി സെൽസ് ഉണ്ട്, ടി സെൽസ് ഉണ്ട്, മാക്രോഫേജസ് ഉണ്ട്, ഡെൻഡ്രൈറ്റിക് സെൽസ് ഉണ്ട്, എൻ കെ സെൽസ് ഉണ്ട്, ആർ ബി സിസും ഉണ്ട്. എൻ കെ സെൽസ് എന്താ നാച്ചുറൽ കില്ലർ സെൽസ് ആണ്. മാക്രോഫേജസ്, ഡെൻഡ്രൈറ്റിക് സെൽസ്, ഈ രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ആണ് ബി സെല്ലിനും ടി സെല്ലിനും ആന്റിജനെ പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഈ സ്പ്ലീനിൽ വെച്ചിട്ടാണ് നടക്കുക. അപ്പൊ ഈ ഒരു സ്പ്ലീനിൽ റെഡ് പൾപ്പും ഉണ്ട്, വൈറ്റ് പൾപ്പും ഉണ്ട്. റെഡ് പൾപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഡാമേജ്ഡ് ആയിട്ടുള്ള ആർ ബി സിസിനെ മാക്രോഫേജ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ റെഡ് പൾപ്പ് എന്ന് പറയുമ്പോൾ ഈ സ്പ്ലീൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതിനെ ഗ്രേവിയാർഡ് ഓഫ് ആർ ബി സി എന്ന് കൂടി വിളിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഈ ആർ ബി സിന്റെ ലൈഫ് സ്പാന് തീരുകയാണെങ്കിൽ അത് സ്പ്ലീനിലേക്ക് പോവുകയും അവിടെ വെച്ചിട്ട് ഡീഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യപ്പെടുക. ഈ മാക്രോഫേജസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഫാഗോസൈറ്റോസിസ് വഴിയാണ് ആർ ബി സിസിനെ കൊല്ലുക. And these are reservoir of WBCs and platelets. Then white pulp എന്ന് പറയുന്ന സൈറ്റിലാണ് നമുക്ക് ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസസ് ഒക്കെ കാണാൻ പറ്റുക. അതിന് പാൽസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഷീറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ പെരി ആർട്ടീരിയോളർ ലിംഫോയിഡ് ഷീറ്റ് ഉണ്ട്. ഇവിടെയാണ് ടി സെൽ റിച്ച് ഏരിയ ആണ്, ടി സെല്ലിൽ കാണപ്പെടുന്ന ഏരിയ ആണ് വൈറ്റ് പൾപ്പ്. വൈറ്റ് പൾപ്പില് പാൽസ് എന്ന് പറയുന്ന റീജിയൻ. ദെൻ ബി സെല്ലും കാണപ്പെടുന്ന റീജിയൻ ഉണ്ട് എവിടെ, വൈറ്റ് പൾപ്പിലും. ആ ബി സെൽ റീജിയൻ സെൽസ് കാണപ്പെടുന്ന റീജിയനെയാണ് നമ്മൾ ബി സെൽ ഫോളിക്കിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ വരുന്ന ഇതാണ് സ്പ്ലീനിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ബ്ലഡ് വെസൽസും കാണാം, പിന്നെ എന്താണ് സ്പ്ലീനിക് വെസൽസും കാണാം, സ്പ്ലീനിക് വെയിനും സ്പ്ലീനിക് ആർട്ടറിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് വൈറ്റ് പൾപ്പ്, ഇതാണ് റെഡ് പൾപ്പ്. ഓക്കെ, ദെൻ ലിംഫ് നോഡ്സ് എന്ന് പറയുന്നതാണ് അടുത്ത സൈറ്റ്. ഈ ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ തന്നെ ഒരു നോഡായിട്ട് ബൾജ് ചെയ്ത് കാണപ്പെടുന്ന സൈറ്റ്സ് ആണ് ലിംഫ് നോഡ്സ് എന്ന് പറയുന്ന സൈറ്റ്. അപ്പൊ ഇത് ലിംഫാറ്റിക് സെൽസിലേക്ക് വരുന്ന ബ്ലഡിലുള്ള മിക്കവാറും ഉള്ള ബ്ലഡിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് വേസ്റ്റ്, ബാക്ടീരിയ, ഫോറിൻ സബ്സ്റ്റൻസ് ഇതിനെയൊക്കെ ലിംഫ് നോഡിലേക്ക് എടുത്തിട്ട് അത് ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെ കടത്തി വിടുകയാണ് ചെയ്യുക. അപ്പൊ ലിംഫ് നോഡ്സിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇതില് ആ ഒരു ഫോറിൻ സബ്സ്റ്റൻസിനെയും ബാക്ടീരിയനെയൊക്കെ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ ഫാഗോസൈറ്റോസിസ് വഴി കില്ല് ചെയ്ത് കളയാണ് ചെയ്യുക. അതേപോലെ തന്നെ ആന്റിജൻസിൽ ഡെൻഡ്രൈറ്റിക് സെൽസ് വെച്ചിട്ടും മാക്രോഫേജസ് ഒക്കെ വെച്ചിട്ടും ടി സെൽസിനും ബി സെൽസിനും പ്രസന്റ് ചെയ്ത് കൊടുത്തിട്ട് മെമ്മൽ സെൽസ് ക്രിയേറ്റ് ചെയ്യുകയും ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതും ഇതിവിടെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോ ഫൈബ്രസ് ക്യാപ്സ്യൂൾ വിത്ത് ട്രബിക്കുലെ കംപ്രൈസസ് ഓഫ് ലിംഫാറ്റിക് സൈനസസ്, ബ്ലഡ് വെസൽസ്, പാരൻകൈമ, കോർട്ടെക്സ്, പാരാകോർട്ടസ് ആൻഡ് മെഡുല. ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. വീൻ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണുള്ളത്. ഓക്കെ, എഫറന്റ് ലിംഫാറ്റിക് വെസൽസ് ഉണ്ട്, അഫറന്റ് ലിംഫാറ്റിക് വെസൽസ് ഉണ്ട്. ഇവിടെ വെച്ചിട്ടാണ് അത് എൻറ്റർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ വാൽവ് ക്ലോസ്ഡ് ആണ്. ഒരു പ്രാവശ്യം എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഈ വാൽവ്സ് വെച്ചേക്കുന്നത്. ഓക്കെ, ദെൻ ഇനി ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്കാണ് വരിക. ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ലിംഫോസൈറ്റ് റെട്ടിക്കുലേഷൻ എന്നാണ് പറയാം. ഈ ലിംഫ് നോഡ്സ് ഒക്കെ എത്തുമ്പോഴത്തേക്കും ഈ ബ്ലഡിൽ നിന്ന് ലിംഫ് നോഡ്സിലേക്ക് വന്നിട്ട് ലിംഫാറ്റിക് സിസ്റ്റം വഴി കറങ്ങിയിട്ട് പിന്നെ അത് നേരെ എന്താണ് കാപ്പിലറി ബെഡ്സ് വഴി വീണ്ടും ഹാർട്ടിലേക്ക് ഒക്കെ പോയിട്ട് കാപ്പിലറി ബെഡ്സ് വഴി വീണ്ടും ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് വരും. പിന്നെ കറങ്ങി വീണ്ടും ഹാർട്ടിലേക്ക് പോകും. അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം ഉള്ളത്. അപ്പൊ അതിന്റെ വെർജിൻ ലിംഫോസൈറ്റ്സ് മൂവ് ഫ്രം പ്രൈമറി ടു സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ. ദിസ് സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ട് എഫക്റ്റീവ് സെൽസ് ടു സൈറ്റ് വെയർ ദേ നീഡഡ്. അപ്പോൾ പ്രൈമറിയിൽ നിന്നും സെക്കൻഡറിയിലേക്ക് പോവുക. സെക്കൻഡറിയിൽ നിന്ന് എന്നിട്ട് ഏതൊക്കെ സൈറ്റ്സിലാണ്, ബോഡി സൈറ്റ്സിലാണ് നമ്മുടെ സെൽസിന്, നമ്മുടെ ബോഡിക്ക് എവിടേക്കാണ് ഡിഫൻസ് ആവശ്യമുള്ളത് അവിടേക്കൊക്കെ ഇമ്മ്യൂൺ സെൽസിന് വിടുക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പോൾ പ്രൈമറി ലിംഫോയിഡ് ടിഷ്യൂ ഉണ്ട്, അവിടെ ബ്ലഡ് സ്ട്രീമിലേക്ക് പോകുന്നു, അവിടുന്ന് സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂലേക്ക് പോകുന്നു, വീണ്ടും ബ്ലഡ് സ്ട്രീമിലേക്ക് പോകുന്നു, അങ്ങനെ കറങ്ങി വീണ്ടും വരുന്നു. അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. ഇതാണ് ഇതിന്റെ റീസർക്കുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്. അപ്പോൾ കാപ്പിലറി ബെഡ് ഉണ്ട്, അവിടെ കാപ്പിലറി ബെഡിൽ നിന്ന് ഇൻഡസ്ട്രീഷ്യലായിട്ട് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുക. പിന്നെ സെൽസ്
ചാവാറായിട്ടുള്ള സെൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെൽസ്, എന്തെങ്കിലും കുഴപ്പം പറ്റിയ സെൽസ് എടുക്കുന്നതും, സെൽസ് പ്രൊഡക്ട്സ് ആൻഡ് ഡെബ്രിസസ്, പിന്നെ പുറത്തുനിന്നുള്ള പാത്തജൻസ്, അതിനെയൊക്കെ ലിംഫാറ്റിക് കാപ്പിലറീസിലേക്കാണ് എടുക്കുന്നത്. ദെൻ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള വാൽവൊക്കെ ഉണ്ട്, ലിംഫ് വെസലിലൂടെ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പൊ ലിംഫ് വെസലിലൂടെ ക്യാരി ചെയ്ത് പോയിട്ട് ഇവിടെ ലിംഫ് നോഡാണിത്. ഇതിലേക്ക് എന്തൊക്കെയുണ്ട്, മാക്രോഫേജസും അതേപോലെ ലിംഫോസൈറ്റിക്, പല ടൈപ്പിലുള്ള ലിംഫോസൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ഇതിന് എന്താണ് ഇമ്മ്യൂൺ റെസ്പോൺസ് ട്രിഗർ ചെയ്ത് ബാക്ടീരിയനെയൊക്കെ കൊന്ന് പിന്നെ ആ ഒരു ലിംഫ്, ആ ഒരു ഫ്ലൂയിഡ് ബ്ലഡ് വെസലിലേക്ക് വീണ്ടും പോവുകയാണ്. അവിടുന്ന് ഹാർട്ട് വഴി ഹാർട്ടിലേക്ക് എത്തിയിട്ട് പിന്നെ കാപ്പിലറി ബ്ലഡിലേക്ക് കടക്കുന്നു. പിന്നെ ഇത് ഈ ഒരു റിയാക്ഷൻ ഇങ്ങനെ എന്താണ് റീസർക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ റീസർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്താണ് മാൾട്ടും ഗാൾട്ടും. ഈ മാൾട്ട് എന്ന് പറയുന്നത് മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ആണ്. ഗാൾട്ട് എന്ന് പറയുന്നത് ഗട്ട് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ആണ്. ഇത് രണ്ടും അസസറി ആണ്. നമ്മൾ പറയുന്ന പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ, അതിന് മെയിൻ ആയിട്ടുള്ള ഓർഗൻസ് കഴിഞ്ഞാൽ വരുന്നതാണ് മാൾട്ടും ഗാൾട്ടും. മാൾട്ടിൽ വരുന്നത് മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ആണ്. ദ ആക്ട് ആസ് ദ ഫസ്റ്റ് ലൈൻ ഡിഫൻസ് ഓൺ ദ മ്യൂക്കോസൽ സർഫസസ്. അപ്പോ lymphoid tissue concentrated in the mucosal sites like gastrointestinal tracts, respiratory tract and urogenital tract. Okay, അപ്പൊ ഈ ഒരു these type of malt and galt formed. അപ്പൊ മാൾട്ട് എന്ന് പറയുമ്പോൾ ഗട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ലിംഫോയിഡ് ടിഷ്യൂ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഉണ്ട്, ടോൺസിൽസ്, അഡിനോയിഡ്സ്, ബാഡേഴ്സ് എന്ന് പറയും. പിയേഴ്സ് പാച്ചസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കാണുന്നതാണ്. ലിംഫോയിഡ് ആഗ്രിഗേറ്റ്സ് ഇൻ ദ അപ്പൻഡിക്സ്, ലാർജ് ഇൻറ്റസ്റ്റൈനിലും സ്റ്റൊമക്കിലും ഈസോഫാഗസിലും ആണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ പിയേഴ്സ് പാച്ചസ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം ഉണ്ടായിരുന്നേ. നമ്മൾ ലിംഫ് നോട്ട്സ് ഒക്കെ നോക്കിയില്ലേ? ഈ ലിംഫ് നോട്ട്സിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ഒരു സ്പെഷ്യൽ ടൈപ്സ് ഓഫ് വെന്യൂൾസ് ഉണ്ട്. അത് നമ്മൾ ഹൈ എൻഡോത്തീലിയൽ വെന്യൂൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹൈ എൻഡോത്തീലിയൽ വെന്യൂൾസ് എന്ന് പറയുന്നത് ബ്ലഡ് വഴിയാണ് എൻട്രി ചെയ്യുന്നത്. ഈ ഒരു സൈറ്റില് 10 സെൽസ് ലിംഫ് നോഡ്സിൽ ഈ ഒരു ഹൈ എൻഡോത്തീലിയൽ വെന്യൂൾസ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് ലിംഫാറ്റിക് സിസ്റ്റം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ പിയേഴ്സ് പാച്ചസ് എന്ന് പറയുന്ന സൈറ്റ്, ഈ പിയേഴ്സ് പാച്ചസ് എന്ന് പറയുന്ന സൈറ്റ് ലാർജ് അഗ്രിഗേറ്റ്സ് ഓഫ് ലിംഫോയിഡ് ടിഷ്യൂ ആണ്. ദേ ആർ ഫൗണ്ട് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, അപ്പൊ ഇതില് ദർ ഓവർടൈം ഡോം ഷേപ്ഡ് എപ്പിത്തീലിയം സെൽസ്. ഞാൻ പറഞ്ഞുതരാം സംഭവം എന്താണെന്നറിയോ? ഈ ഇൻറ്റസ്റ്റൈനൽ സെൽസ് ഇല്ലേ, ഇൻറ്റസ്റ്റൈനൽ സെൽസിൽ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ടാവും. ഈ എപ്പിത്തീലിയൽ സെൽസിനെയാണ് നമ്മൾ ഡോം എന്ന് പറയാം. ഈ എപ്പിത്തീലിയൽ സെൽസിൽ മൈക്രോഫോൾസ് എന്ന് പറയുന്ന എം സെൽസ് എന്ന് പറയുന്ന സെൽസ് ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് എം സെൽസ് ആണ് ഈ എന്താ പറയാ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വരുന്ന ഫോറിൻ സബ്സ്റ്റൻസസും അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ എടുക്കുന്നത് എം സെൽസ് വഴിയാണ് എടുക്കുന്നത്. എം സെൽസിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ആന്റിജൻസിനെ നമ്മൾ ആ ഒരു എം സെൽസ് പിയേഴ്സ് പാച്ചസ് എന്ന് പറയുന്ന ഒരു പാച്ചസിലേക്കാണ് കടത്തിവിടുക. അവിടെ വെച്ചിട്ട് ബി സെൽ പ്രിക്കേഴ്സേഴ്സ് ഉണ്ടാവുകയും മെമ്മറി സെൽസ് ഉണ്ടാവുകയും ആൻഡ് മ്യൂക്കോസൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന HEVs ഹൈ എൻഡോത്തീലിയൽ വെന്യൂൾസ് ഈ പറഞ്ഞ പിയേഴ്സ് പാച്ചസ് ആബ്സെന്റ് ആണ് കേട്ടോ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലിംഫോയിഡ് ഓർഗൻസിനെ പറ്റി പഠിച്ചു അല്ലെ? എന്തൊക്കെയാ? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസും സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസും, തൈമസും ബോൺ മാരോയും, പിന്നെ സ്പ്ലീന്, ലിംഫ് നോഡ്സ്, ലിംഫാറ്റിക് സൈറ്റ്സ്, ഗാൾട്ട്, മാൾട്ട്, പിയേഴ്സ് പാച്ചസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്താണ്, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്താണ്, കോംപ്ലിമെന്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടും അതിൽ വരുന്ന കുറച്ച് പാത്വേസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.